ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി യൂസിങ് ദിസ് ലോസ് ഓഫ് എക്സ്പോണൻസ് സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദി ആൻസർ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഈ ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്പോണൻസ് ലോസ് ഒന്നും കൂടെ പറയുകയാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഇവിടെ ബേസ് സെയിം ആണ്. എ റേസ് ടു എം മൾട്ടിപ്ലൈഡ് ബൈ എ റേസ് ടു എൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് പവേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും ആൻസർ? എ റേസ് ടു എം പ്ലസ് എൻ. ഇനി ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുക, പവേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യുക. ഇവിടെ സെയിം ബേസ് ആണ്, പവേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. പവേഴ്സ് ഡിഫറെൻ്റ് ആണ്, ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ സെയിം ബേസും പവേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യുക, ഡിവിഷൻ ആണെങ്കിൽ പവേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യുക. ഇനി അടുത്തത് എ റേസ് ടു എം റേസ് ടു എൻ. എ റേസ് ടു എമ്മിൻ്റെ പവർ എൻ ആണ്, എയുടെ പവർ എമ്മും എ റേസ് ടു എമ്മിൻ്റെ പവർ എന്നും. അപ്പോൾ എക്ക് ഇവിടെ രണ്ട് പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എ റേസ് ടു എം ഇൻറ്റു എൻ, അതായത് എ റേസ് ടു എം എൻ വരും. നെക്സ്റ്റ് വൺ എ റേസ് ടു എം മൾട്ടിപ്ലൈഡ് ബൈ ബി റേസ് ടു എം. ഇവിടെ ബേസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പവേഴ്സ് സെയിം ആണ്. അപ്പോൾ എയ്ക്കും ബിക്കും സെയിം പവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? എ ഇൻറ്റു ബി ഓൾ റേസ് ടു എം എന്ന് എഴുതാം. എ ബി റേസ് ടു എം എന്നാണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി റേസ് ടു പവർ എം എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. ഏതൊരു ഇൻറ്റിജറിൻ്റെയും റേസ് ടു പവർ 0 ആണെങ്കിൽ 0 ഒഴികെയുള്ള ഏതൊരു ഇൻറ്റിജേഴ്സിൻ്റെയും റേസ് ടു പവർ 0 വരികയാണെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. 2 റേസ് ടു 0 ഈക്വൽ ടു 1 ആയിരിക്കും. 0 ഒഴികെയുള്ള ഏത് ഇൻറ്റിജറിൻ്റെയും റേസ് ടു പവർ 0 വരികയാണെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. ഫസ്റ്റ് വൺ 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 8. ഇവിടെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്ത് എഴുതാം. സോ 3 റേസ് ടു 2 പ്ലസ് 4 പ്ലസ് 8. 3 റേസ് ടു 2 പ്ലസ് 4 പ്ലസ് 8. ഇവിടെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 14 ആണ്. സോ ആൻസർ ഈസ് 3 റേസ് ടു 14. നെക്സ്റ്റ് വൺ 6 റേസ് ടു 15 ഡിവൈഡഡ് ബൈ 6 റേസ് ടു 10. ബേസ് സെയിം ആണ്, പവേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യണം. ഇവിടെ ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. 6 റേസ് ടു 15 മൈനസ് 10. സോ വി ഗെറ്റ് ദി ആൻസർ 6 റേസ് ടു 5. നെക്സ്റ്റ് വൺ എ റേസ് ടു 3 ഇൻറ്റു എ റേസ് ടു 2. ബേസ് എ ആണ്, റേസ് ടു പവർ 3യും 2 ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ എ റേസ് ടു 3 പ്ലസ് 2, എ റേസ് ടു 3 പ്ലസ് 2 വരും. അപ്പോൾ എ റേസ് ടു 5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ 7 റേസ് ടു എക്സ് ഇൻറ്റു 7 റേസ് ടു 2. 7 ആണ് ബേസ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ 7 റേസ് ടു എക്സ് പ്ലസ് 2 പവേഴ്സ് ആഡ് ചെയ്യുക. 7 റേസ് ടു എക്സ് പ്ലസ് 2 എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ 2 റേസ് ടു 5 ഇൻറ്റു 5 റേസ് ടു 5. ഇവിടെ ബേസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പവേഴ്സ് സെയിം ആണ്. പവേഴ്സ് സെയിം ആണെങ്കിൽ 2 ഇൻറ്റു 5 ഓൾ റേസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം പവർ എഴുതാം. 2 ഇൻറ്റു 5 ഈസ് 10. 10 റേസ് ടു 5 ഈസ് ദി ആൻസർ. 8 റേസ് ടു t ഡിവൈഡഡ് ബൈ 8 റേസ് ടു 2. ഇവിടെ ബേസ് സെയിം ആണ്, ഡിവിഷൻ ആയതുകൊണ്ട് സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. പവേഴ്സ് സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും ആൻസർ? 8 റേസ് ടു t മൈനസ് 2. പവേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 3. ഫസ്റ്റ് വൺ 5 റേസ് ടു 2 ഓൾ റേസ് ടു 3. 5ന് 2 ആണ് പവർ വന്നിരിക്കുന്നത്. 5 റേസ് ടു 2വിൻ്റെ പവർ വന്നിരിക്കുന്നത് 3 ആണ്. സോ 5 റേസ് ടു 2 ഇൻറ്റു 3 എന്ന് വരും.
പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ബേസ് 5 ആണ്, 5ൻ്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 raised to 2 into 3 ഡിവൈഡഡ് ബൈ 5 raised to 3. 5 raised to 2 into 3 എന്ത് വരും? 5 raised to 6. 5 raised to 6 ഡിവൈഡഡ് ബൈ 5 raised to 3. ഇവിടെ ഡിവിഷൻ ആണ്, ബേസ് സെയിം ആണ്, സോ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. 5 raised to 6 minus 3. ആൻസർ 5 raised to 3 എന്ന് വരും. നെക്സ്റ്റ് വൺ 2 raised to 20 ഡിവൈഡഡ് ബൈ 2 raised to 15 മൾട്ടിപ്ലൈഡ് ബൈ 2 raised to 3. ഇവിടെ ആദ്യത്തെ 2 raised to 20 ഡിവൈഡഡ് ബൈ 2 raised to 15 എന്നാണ്. ഇവിടെ ബേസ് സെയിം ആണ്, സോ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. 2 raised to 20 മൈനസ് 15. ആൻസർ 2 raised to 5 വരും. ദെൻ 2 raised to 5നെ 2 raised to 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 raised to 5 പ്ലസ് 3 എന്ന് വരും. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ബേസ് സെയിം ആണ്, പവേഴ്സ് ആഡ് ചെയ്യാം. അതുകൊണ്ട് 2 raised to 5 പ്ലസ് 3 എന്ത് വരും? 2 raised to 8 എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വൺ a raised to 4 into b raised to 4. പവേഴ്സ് സെയിം ആണ്, ബേസ് ഡിഫറെൻ്റ് ആണ്, സോ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, സെയിം പവർ എഴുതാം. a into b all raised to 4. സോ ദി ആൻസർ ഈസ് ab raised to 4. നെക്സ്റ്റ് വൺ 3 raised to 4 all raised to 3. 3 raised to 4, 3 raised to 4ൻ്റെ പവർ 3 വന്നിട്ടുണ്ട്. അപ്പോൾ 3ക്ക് ഇവിടെ 2 പവർ വന്നിട്ടുണ്ട്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 3 raised to 4 into 3. അപ്പോൾ എന്ത് വരും? 3 raised to 12 ആണ് ആൻസർ കിട്ടുന്നത്.